ഈ ക്ലാസ്സിൽ എക്സസൈസ് 10.1-ലെ 4th ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനുമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് 4th നോക്കാം. 4th ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 8 raised to -1 into 5 raised to 3 divided 2 raised to -4. അപ്പോൾ ഇവിടെ 2 എന്നുള്ളത് വലിയ നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ബേസ് 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 8-നെ ബേസ് ഫോം 2-ലേക്ക് മാറ്റാം. അപ്പോൾ 2 എന്നുള്ളത് മാറ്റണമെന്നുണ്ടെങ്കിൽ 8-ന് എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രൈം നമ്പേഴ്സാണ് 2ഉം 5ഉം. നമുക്ക് 8-നെ എന്ത് ചെയ്യണം? ചെറിയ നമ്പറിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്ത് 2-ന്റെ ഫോമിലേക്കാക്കി മാറ്റാം, ബേസ് ഫോം. അപ്പോൾ 8-ന് ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് 8 ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 വെച്ച് ചെയ്യാം. അപ്പോൾ 2 4 times 4 2s are 8. ഇനി 4-നെ ഏത് ചെയ്യാം? 2 തന്നെ. 2 2s are 4. ഇനി 2-നെ 2 വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 2s are 2. അപ്പോൾ എത്ര കിട്ടി? 2 3 times. അതായത് 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3. 2 3 times മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 8-ന്റെ സ്ഥാനത്ത് നമുക്ക് 2 raised to 3 എന്ന് എഴുതാം. ഇനി മുകളിൽ എന്തുണ്ട്? പവർ -1 ഉണ്ട്. അപ്പോൾ അതിനെ all raised to -1 എന്നാണ് എഴുതുക. ഓക്കെ, 8-ന്റെ പ്ലേസിൽ നമ്മൾ 2 raised to 3 എന്ന് എഴുതി. ഇനി all raised to -1. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി ഇൻറ്റു 5 raised to 3 ബൈ 2 raised to -4. ഇങ്ങനെ എഴുതി നോക്കി. ഇവിടെ നെഗറ്റീവ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തിലോട്ടാക്കി മാറ്റണം? പോസിറ്റീവിലോട്ടാക്കി മാറ്റണം. അതുപോലെ തന്നെ താഴെ 2 raised to -4 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് പോസിറ്റീവിലോട്ടാക്കി മാറ്റണം. അപ്പോൾ പോസിറ്റീവിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ഉണ്ടാകും. നമുക്കറിയാം a raised to -m എന്ന് പറയുന്നത് 1/a raised to m. ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ പോസിറ്റീവ് എക്സ്പോണൻ്റ് ആക്കാനായിട്ട് നമുക്ക് റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ എഴുതുമ്പോൾ 2 raised to 3 all raised to -1 divided 2 raised to 3 all raised to -1 divided 2 raised to -4. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതിയാൽ മതി? 2 raised to 4 divided 2 raised to 3 all raised to 1. നേരെ തിരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ 2 raised to 4 പോസിറ്റീവ് എക്സ്പോണൻ്റ് ആക്കാൻ വേണ്ടി റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ വരും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് മാറും. 2 raised to 4 divided 2 raised to 3 all raised to 1. ഇനി മുകളിൽ എന്തുണ്ട്? ഇൻറ്റു 5 raised to 3. ഇനി 2 raised to 4 ഇൻറ്റു 5 raised to 3 ഡിവൈഡഡ് 2 raised to 3 ഇവിടെ പവർ എത്രയാണ്? 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഏത് ഫോർമാറ്റിൽ എടുക്കുന്നത്? a raised to m all raised to n is equal to a raised to m into n എന്നുള്ള ലോ പ്രകാരമാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? 2 raised to 3 all raised to n എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 2 raised to 3 into 1 ബേസ് എഴുതിയിട്ട് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസ് എഴുതി 2, എന്നിട്ട് പവേഴ്സായ 3ഉം 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. ടു raised to 4 into 5 raised to 3 divided 2 raised to 3 into 1 എന്ന് പറയുമ്പോൾ 3 തന്നെ. ഇനി നോക്കി, ഇവിടെ 2 raised to 4 ഉണ്ട്, താഴെ 2 raised to 3 ഉണ്ട്. അപ്പോൾ സെയിം ബേസ് പവർ ഡിഫറൻറ്റ് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് റൂൾ എടുക്കാം? a raised to m ഡിവിഷൻ a raised to n is equal to a raised to m minus n. ഈ ലോ അല്ലേ എടുക്കേണ്ടത്? അതായത് സെയിം ബേസ് ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്, ഡിവിഷനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പവർ ബേസ് ചെയ്തിട്ട് പവേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to ബേസ് എഴുതി പവേഴ്സായ 4 മൈനസ് താഴത്തെ പവർ എത്രയാണ്? 3. 4 മൈനസ് 3 എന്ന് എഴുതി. ഇനി ഇൻറ്റു 5 raised to 3. ഇനി 2 raised to 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 5 raised to 3. 2 raised to 1 എന്ന് പറയുമ്പോൾ 2 തന്നെ. ഇനി 5 raised to 3 എന്ന് പറയുമ്പോൾ 5 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 2 raised to 1 ഇൻറ്റു 5 raised to 3. ഇത്ര നമുക്ക് കിട്ടി.
2 എന്ന് പറയുമ്പോൾ 2 ഒരു പ്രാവശ്യം. ഇനി 5 എന്ന് പറയുമ്പോൾ 5 എത്ര ടൈംസ്? 3 ടൈംസ് എഴുതുക. ഇനി 5 into 10, 5 5s are 25. 25 into 10, 250. എങ്ങനെ വേണമെങ്കിലും മൾട്ടിപ്ലൈ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 5 raised to -1 into 2 raised to -1 into 6 raised to -1. ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണ്, പവേഴ്സ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഏത് റൂൾ എടുക്കാം? a raised to m into b raised to m is equal to ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആ പവർ എടുത്ത് എഴുതണം അല്ലേ. a into b all raised to m. ബേസ് ഡിഫറൻ്റ് ആണ്, പവേഴ്സ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവേഴ്സ് ഇടാം. അപ്പോൾ നമുക്കതുപോലെ ഇവിടെ ചെയ്യാം. ബേസ് എന്താ? 5ഉം 2ഉം. അപ്പോൾ 5 into 2 all raised to പവർ എത്രയാണ്? -1. അപ്പം -1 ഇത് ഇൻറ്റു 6 raised to -1. ഇനി അടുത്തത് 5 into 2. 5 into 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10. 10 raised to -1 ഇൻറ്റു 6 raised to -1. ഇനി സിമ്പിൾ അല്ലേ? രണ്ടും നെഗറ്റീവ് എക്സ്പോണൻസ് ആണ്. അപ്പോൾ നമുക്കതിനെ പോസിറ്റീവിലോട്ട് മാറ്റണം. അപ്പോൾ 10 raised to -1 എന്നുള്ളത് പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1/10. 1/10 raised to 1 ഇൻറ്റു 6 raised to -1 പോസിറ്റീവ് ആക്കുമ്പോൾ 1/6 raised to 1. ഈ 1 എന്നുള്ള പവർ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് എഴുതിയാൽ മതി? വെറുതെ 10 മാത്രം എഴുതിയാൽ മതി അല്ലേ. പവർ 1 ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെ ഇരിക്കും. അപ്പോൾ 1/10 ഇൻറ്റു 1/6. ഇനി എന്ത് ചെയ്യണം? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into 1 1. ഇനി 10 into 6 താഴത്തെ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10 into 6 എത്ര? 60. ആൻസർ ഈസ് 1/60. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് m ഫോർ വിച്ച് 5 raised to m ഡിവിഷൻ 5 raised to -3 equal to 5 raised to 5. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാല്യൂ, എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? 5 raised to m ഡിവൈഡഡ് 5 raised to -3 equal to 5 raised to 5. ഇതിൻ്റെ ഈ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 5 raised to -3, ഈ നെഗറ്റീവ് എക്സ്പോണൻ്റ് നമുക്ക് എന്താക്കി മാറ്റാം? പോസിറ്റീവ് എക്സ്പോണൻ്റ് ആക്കി മാറ്റണം. അതേത് റൂള് പ്രകാരം? a raised to -m is equal to 1/a raised to m. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കണ്ടുപിടിക്കണം സംഖ്യയുടെ. അപ്പോൾ 5 raised to m ഡിവിഷൻ 5 raised to -3ൻ്റെ റെസിപ്രോക്കൽ 1/5 raised to 3 ഈക്വൽ ടു 5 raised to 5. അപ്പം നമ്മളതിനെ പോസിറ്റീവ് എക്സ്പോണൻ്റാക്കി മാറ്റി. ഇനി അടുത്തത് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യണം അല്ലേ. 5 raised to m-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/5 raised to 3. അപ്പോൾ ഫ്രാക്ഷനിൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യണത്? റെസിപ്രോക്കൽ കണ്ടിട്ട് അതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആ സംഖ്യയെ റെസിപ്രോക്കൽ, അതായത് എങ്ങനെ എഴുതും? 5 raised to m റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/5 raised to 3 ഉണ്ടാവും. റെസിപ്രോക്കൽ എന്താ? 5 raised to 3/1. എന്നിട്ട് ഈ ഡിവിഷൻ എന്നുള്ളത് എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്തത് നെഗറ്റീവ് എക്സ്പോണൻ്റ് മാറ്റാനാണ് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് ചെയ്തത്. ഇനി അടുത്തത് ഇവിടെ ഡിവിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇട്ടിട്ട് ആ സംഖ്യയുടെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അപ്പോൾ ഡിവിഷൻ 1/5 raised to 3 എന്ന് പറയുമ്പോൾ 5 raised to 3 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു 5 raised to 5. ഇനി 5 raised to 3 ഡിവൈഡ് ബൈ 1 എന്ന് വെച്ചാൽ എന്താ? 5 raised to 3 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 5 raised to 3 എന്നാണ് അല്ലേ. ഡിനോമിനേറ്റർ 1 ആണെന്നുണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? 5 raised to 3 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 5 raised to ഇവിടെ 5 raised to m ആയിരുന്നു. അപ്പോൾ 5 raised to m ഇൻറ്റു 5 raised to 3 ഈക്വൽ ടു 5 raised to 5 എന്ന് കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബേസ് 5 ആണ്, ഇവിടെ ബേസ് 5 ആണ്. പവേഴ്സ് എമ്മും 3 ആണ്. അപ്പോൾ നമുക്ക് ഏത് റൂൾ എടുക്കാം?
സെയിം ബേസ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണ് നമുക്ക് എടുക്കുന്ന റൂള്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ലോസ് ഓഫ് എക്സ്പോണൻറ്റ് പ്രകാരം എന്ത് ചെയ്യണം? ബേസ് സെയിമും പവേഴ്സ് ഡിഫറൻറ്റും ആണെങ്കിൽ ബേസ് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അതുപോലെ നമുക്കിവിടെയും ചെയ്യാമല്ലോ. ബേസ് എഴുതുക, സെയിം ബേസ് ആണ് 5. അപ്പോൾ 5 എഴുതി. പവേഴ്സ് എന്താണ്? എമ്മും 3യും. അപ്പോൾ ആഡ് ചെയ്യണം. എം പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5 റേസ് ടു 5. മനസ്സിലായില്ലേ? അപ്പോൾ 5 റേസ് ടു എം പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5 റേസ് ടു 5 എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പോൾ റേസ് ടു എന്താ നോക്കണം? മുകളിൽ ഇവിടെ എം പ്ലസ് 3യും അതുപോലെ ഇപ്പുറത്തെ പവർ 5 ആണ് അല്ലേ? പവേഴ്സ് ഇവിടെ എം പ്ലസ് 3, ഇതിൻ്റെ പവർ 5. ബേസ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇതിന് ഈക്വലാണ് ഇപ്പുറത്തേതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എം പ്ലസ് 3ക്ക് ഈക്വലാണ് എന്ത്? 5. പവേഴ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഒരു ഈക്വൽ സൈൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമുള്ള രണ്ട് സംഖ്യകളും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സംഖ്യകളും ഈക്വൽ ആണെന്നാണ് ഈക്വൽ സൈൻ നടക്കുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് 5 പ്ലസ് എം പ്ലസ് 3 ഈക്വൽ ടു 5 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് എം കണ്ടുപിടിക്കാമല്ലോ. പവറാണ് എടുത്ത് എഴുതിയേക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്നത് എന്ത് വരും? 5. ഈ പ്ലസ് 3നെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് 3 ഉള്ളത് -3 ആവും. 5 മൈനസ് 3. ഇപ്പോൾ എം ഈസ് ഈക്വൽ ടു എന്ത് തോന്നുന്നു? 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2. എം ഈസ് ഈക്വൽ ടു 2 കിട്ടി. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.